ഹെൽത്ത് ഇഷ്യൂ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണ് ക്യാൻസർ വരുന്നത്. പക്ഷെ ക്യാൻസറിന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നമ്മൾ തങ്ങി വെച്ചിരിക്കുന്ന ദേഷ്യം, അമർഷം, ഇത് ഒരു എന്താ പറയുക, ഒരു പരിധി വരെ നല്ല റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റ് ഒരു ഡോക്ടറാണ്. ഒരു 3 മാസം കൊണ്ട് സാറിന് കംപ്ലീറ്റ് വേദനയും മാറി. ഇന്നേ വരെ സാറ് സർജറി ചെയ്തിട്ടില്ല. എനിക്ക് ഇത് കണക്ട് ചെയ്യാൻ കാരണം, ഈ ഡോക്ടർ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഇത്തരം ഈ ക്യാൻസർ പേഷ്യൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിമാരകമായ ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ റേക്കി എത്രത്തോളം ഗുണം ചെയ്യുക? നിങ്ങളെ തോട്ട് പ്രോസസ്സ് ഒരുപാട് കൂടുതലായതുകൊണ്ടാണ് അത് ആ പാട്ടിൽ, ആ ചക്രയുടെ പാട്ട് തേർഡ് ഐ എന്ന് പറഞ്ഞ തോട്ട് പ്രോസസ്സാണ്. ആ തേർഡ് ഐയുടെ ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ആണ് വരിക, അതിനെ ബാധിച്ചിരിക്കുന്നത്. നമസ്കാരം, അമേസിംഗ് റേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയുടെ ഒരുപാട് പ്രത്യേകത, അല്ലെങ്കിൽ ഞങ്ങൾ പ്രത്യേകത എന്ന് അവകാശപ്പെടുന്നത്, കുറേ നല്ല ആളുകൾ, അത് എന്ത് ജനങ്ങൾക്ക് എന്ത് വേണം, അല്ലെങ്കിൽ അവർ എങ്ങനെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആളുകളെ, ഗുരുക്കന്മാരെ ഒക്കെ നിരത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഇൻ്റർവ്യൂ പാറ്റേൺ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ പാറ്റേൺ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് രേഖപ്പെടുത്തണം, നല്ല നല്ല കമൻറ്റുകൾ തരണം. അപ്പോൾ നമുക്ക് ആ തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റി ശരിയായ ദിശയിലേക്ക് ഞങ്ങൾക്കും പോകാൻ പറ്റും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. ഇന്ന് ഞാനുള്ളത് കോഴിക്കോടാണ്. അവിടെ ഷാഖി, എനിക്ക് തോന്നുന്നു 10-20 വർഷത്തിന് മേളിൽ ഈ ഹീലിംഗ് തെറാപ്പിയായിട്ട്, റേക്കി ഹീലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. മേഡമാണ് ഇന്ന് നമ്മുടെ ഒപ്പം. അപ്പോൾ നമുക്ക് മേഡത്തിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. 20 വർഷത്തിനൊക്കെ മേളിലായി എന്ന് ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു. സാധാരണ ഈ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും, എന്ത് തൊഴിൽ ചെയ്യുമ്പോഴും ഈ എക്സ്പീരിയൻസ് ഒരു ഘടകമാണ്. നമ്മൾ തുടക്കത്തിൽ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റും, അങ്ങനെ പിന്നെ വിഴുന്ന് ശരിയായി മുന്നോട്ട് പോകുന്നത്. മേഡം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് തിരഞ്ഞെടുക്കാൻ കാരണം? കാര്യം അത്യാവശ്യം നല്ലൊരു ഫാമിലി ഉണ്ട്. അങ്ങനെ നമ്മൾ പണ്ടാണ് പറയുക, ജ്യോതിഷമൊക്കെ പറയുമ്പോൾ അയ്യേ ജ്യോതിഷം. പക്ഷേ ഇന്ന് അത് അങ്ങനെയല്ല. ഇപ്പോൾ ആളുകളൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ റേക്കി ആയിരുന്നാലും ജ്യോതിഷമായിരുന്നാലും അത് വിശ്വാസം ആൾക്കാർക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പം മേഡം ഇതിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ പരിചയപ്പെട്ട റേക്കി ബന്ധപ്പെട്ട ആൾക്കാർ എല്ലാവരും പറയാറുണ്ട്, അവരുടെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് ഇത് പഠിക്കാനിടയുണ്ടായത് എന്ന്. സോ സെയിം വേയിൽ തന്നെയാണ്, ഒരു നിർണായക ഘട്ടത്തിലാണ് 2005 എൻ്റെ ഫസ്റ്റ് അറ്റ്യൂൺമെൻറ്റ് ഞാൻ എടുക്കുന്നത്. ഇവിടെ കോഴിക്കോട് നിന്ന് തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം എന്ന് പറയുമ്പം ആദ്യമൊന്നും ഇത് അത്ര ആർക്കും അറിയപ്പെട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു ഇത് പഠിച്ചതിന് ശേഷം എനിക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അത് ഭയങ്കര യൂസ്ഫുൾ ആയി വരുന്നതായിട്ട് കണ്ടു. അപ്പം ദൈവം സഹായിച്ച് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റ് ഒരു ഡോക്ടറാണ്, ഒരു ഒപ്തമോളജിസ്റ്റ് ആണ്. സാറിന് അതേപോലെ ടെന്നസ് എൽബോ വന്ന സമയത്ത് ഞാൻ ആക്ച്വലി പഠിച്ച് ഇറങ്ങി കുറച്ച് സമയമായിട്ടേ ഉള്ളായിരുന്നു. അപ്പം സാറ് പറഞ്ഞു, ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം സാർ, സർജറീൻ്റെ മുമ്പ് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പം സാറ് ശരിക്കും പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ഓക്കെ ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് നിന്നപ്പം ഒരു 3 മാസം, അന്ന് ഞാൻ ഫസ്റ്റ് ലെവൽ എടുത്തിട്ടേ ഉള്ളായിരുന്നു, ഒരു 3 മാസം കൊണ്ട് സാറിന് കംപ്ലീറ്റ് വേദനയും മാറി. ഇന്നേ വരെ സാറ് സർജറി ചെയ്തിട്ടില്ല. അപ്പം അത് അവരറിയുന്ന അതൊരു ഡോക്ടറാണ്. പിന്നെ അതേപോലെ അവരെ ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ഉണ്ട് ഫ്രണ്ട്സായിട്ട്, അവരൊക്കെ എന്നോട് ഈ അടുത്ത സമയത്ത് വരെ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഇതിൽ പറഞ്ഞതെന്ന് ടെന്നസ് എൽബോ ഈവൻ സർജറി കഴിഞ്ഞാൽ പോലും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. പക്ഷേ ആ ഒരു ഹീലിംഗ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, വൺസ് അത് പ്രോപ്പറായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു, ആ പെയിന് ആ ഒരു ടൈം എടുത്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ചു വരില്ല. അത് ഞാൻ കണ്ടതിൽ കുറച്ചാണ്, കാരണം എല്ലാ കേസസിലും അല്ല പറയുന്നത്. പക്ഷെ സാറും അത്രയും എനിക്ക് സപ്പോർട്ട് ആയിരുന്നു. ആണോ ഇങ്ങനെ ഒരു എനർജി ഉണ്ടോ പറയുമ്പോൾ ഡോക്ടേഴ്സ് ശരിക്കും ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ സാറും എനിക്ക് സാറിൻ്റെ 100% സപ്പോർട്ട് തന്നു. കാരണം
അന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്ത് പോലും വന്നതാ. അപ്പം ആ സമയത്ത് സാറ് പറഞ്ഞു മാഡത്തിന് ഫ്രീ ടൈം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി സാറ് സമയം കണ്ടെത്തിയിട്ട് എന്താ പറയുക ഒരു 15 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ അത് 3 മാസം സാറ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരെ ഒരു ഇപ്പൊ 15-20 കൊല്ലത്തിന്റെ അടുത്തായി ഇതുവരെ സാറ് സർജറിയും പോയിട്ടില്ല. ഇപ്പൊ സാറ് പറയും ഹോസ്പിറ്റലിലുള്ള ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് ചെയ്തോ എന്ന് പറഞ്ഞ് സാറിന് ഹോസ്പിറ്റൽ വരെ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ശരിക്കും പറയാൻ എനർജീനോടാണ് ഒരുപാട് നന്ദി പറയുന്നത്. തീർച്ചയായിട്ടും. സോ ആ ഒരു ഇതിൽ വന്ന സമയത്ത് ശരിക്കും ഇതിപ്പം നമുക്ക് പുറത്തൊന്നും പോയി പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ പറയും എനർജിയോ എന്ത് എന്നായിരിക്കും പറയാം. അപ്പം വിശ്വസിച്ച് വന്നവർക്ക് മാത്രമേ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റൂ. മാഡം പറഞ്ഞ കറക്റ്റ്. നമ്മൾ എനർജി ലൈറ്റ് നമ്മളിപ്പോൾ കത്തിച്ച് വെച്ചിരിക്കുന്ന ലൈറ്റ് എനർജിയാണ്. പക്ഷെ നമുക്കത് കാണണമെന്ന് വെച്ചാൽ നടക്കില്ല അല്ലേ. ഒരു കറണ്ട് ഇങ്ങനെ കയറി വന്നാലും പിന്നെ കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റാത്ത ഒരുപാട് എനർജികൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡോക്ടർ നമ്മൾ ചികിത്സിക്കുക, ഒരു ഡോക്ടർ നമുക്ക് സർട്ടിഫൈ ചെയ്യുക, പിന്നെ അദ്ദേഹത്തിന് വരുന്ന ക്ലയന്റിൽ ഇങ്ങോട്ടാക്കുക. ആ ഹോസ്പിറ്റലിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? അല്ല അങ്ങനെയല്ല, സാറിന്റെ തന്നെ ഹോസ്പിറ്റൽ. അന്ന് സാറിന് ഹോസ്പിറ്റൽ ഇല്ലായിരുന്നു, സാറിന്റെ കേസ് മാത്രം അദ്ദേഹത്തിന്റെ തന്നെ ഹോസ്പിറ്റലാണ്. ലാഭം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് വിശ്വാസമാണ് അല്ലേ. അതെ, സാറിന് മാറിയപ്പോ ശരിക്കും അവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ. അപ്പൊ ആ ഒരു ഇത് എന്തായാലും നമുക്ക് ഹീൽ ആവണം എന്നുള്ളതാണ് അതിന്റെ മെയിൻ കാര്യം. പിന്നെ ഈ എനർജി പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ക്ലയന്റ് മുമ്പിൽ വരികയാണെങ്കിൽ 80% അവരുടെ വിശ്വാസമാണ്. അതായത് ഇത് ചെയ്താൽ എനിക്ക് മാറും എന്നുള്ള വിശ്വാസത്തോടു കൂടി വന്ന 20% ആണ് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഹീലിംഗ്. അതായത് റേക്കി എനർജി അയക്കുന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം. അതല്ലാണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. പക്ഷെ തീരെ ഒരു വിശ്വാസം ഇല്ലാണ്ട് നോക്കുക അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് നടന്നില്ല എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാനല്ല ചെയ്യുന്നത്. ശരിക്കും ഒരു റേക്കി അറ്റ്യൂൺമെന്റ് എടുത്തു കഴിഞ്ഞാൽ റേക്കി ചാനൽ എന്നാണ് പറയുന്നത്. ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അതൊരു പ്ലഗ് ആണ്, അവിടെ ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു അതിലാണ് കാര്യം. അപ്പം നമ്മളടുത്തേക്ക് ഒരാൾ വരുന്ന സമയത്ത് അവർക്ക് ഇത് വേണം എന്ന് പറയുമ്പം ചിലപ്പോൾ അവർ നമ്മളോട് ഇത് വേണം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ വേറെ കാര്യങ്ങളായിരിക്കും. പക്ഷെ അതൊന്നും നമുക്കറിയില്ല, പക്ഷെ അത് എനർജിക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്ത എൻ്റെ അടുത്ത് കുറേ കേസസ് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറയും ഞാൻ 20% ആണ് നിങ്ങൾക്കൊരു എനർജി തരുന്നത്, വിശ്വാസത്തോടെ ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ദിവസം രാവിലെ എനിക്കിത് വേണം, അടുത്ത ദിവസം രാവിലെ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ 80% വിശ്വാസത്തോടു കൂടി വന്നവർക്കെല്ലാവർക്കും ഒരു എന്താ പറയുക 95%ഓളം ഹീൽ ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം, ഒരു എനർജി സഹായിച്ചിട്ട് എനിക്ക് ആ ഒരു തോട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ഇന്ന് ഒരു ഇൻ്റർവ്യൂ യാദൃശികമായിട്ട് ഒരു ഗുരുവിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിലെനിക്ക് അവർക്കൊരു റിസർച്ച് ടീമുണ്ട്. അപ്പം അവർ പറയുകയാണ് ഈ ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ ഈ കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടില്ല, കാഴ്ച കുറഞ്ഞു അവർക്കൊക്കെ ഇത്തരം ഈ മെഡിറ്റേഷൻ കൊണ്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അത് റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് മാറും. അങ്ങനെ മാറി ഒരുപാട് പേരെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരുന്നൊക്കെ ആ ഗുരുജി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു, അതെങ്ങനെ പറ്റും. ഇപ്പം എനിക്കിത് കണക്ട് ചെയ്യാൻ കാരണം ഈ ഡോക്ടർ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടേ ഇത്തരം ഈ ക്യാൻസർ പേഷ്യൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിമാരകമായ ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ റേക്കി എത്രത്തോളം ഗുണം ചെയ്യുക? റേക്കി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എന്താണെന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയില്ല, ആരും അധികം എക്സ്പ്ലെയിൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ 60% വാട്ടർ കണ്ടന്റ് ആണ്, വെയിറ്റിൽ നമ്മൾ 60% വാട്ടർ. അതുപോലെ തന്നെ ബോഡി ഫുൾ എനർജി ആറ്റംസ് എല്ലാം കൂടി ചേർന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കൽ എനർജി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷൻ, സ്ലീപ്പ്, നമ്മൾ എക്സസൈസ് ഒക്കെ ഫിസിക്കൽ എനർജി ബന്ധപ്പെട്ട. പിന്നെ അറ്റോമിക് എനർജി പറഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിക്കുന്ന അതൊരു അറ്റോമിക് എനർജിയാണ്. അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് എനർജി ഉണ്ട്, നമ്മുടെ നെർവ്സ്, അത് നമ്മൾ ബ്രെയിൻ ഇമ്പൾസസ് റെജുവിനേറ്റ് ചെയ്യുന്നു, അത് ഇലക്ട്രിക്കൽ എനർജിയാണ് പറയുക. ബയോഫീൽഡ് എനർജി എന്ന് പറയുന്നതാണ് ഈ എനർജീസ്. അതായത് നമ്മൾ ബയോഫീൽഡ് എനർജി, അത് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് വരുന്ന എനർജി മൊഡാലിറ്റി, അതിലൊരു ഫോം ഓഫ് എനർജിയാണ് റേക്കി എന്ന് പറയുന്നത്. ആ ബയോഫീൽഡ് എനർജി എന്ന് പറയുന്നത് നമ്മൾ ഓറ,
നമ്മൾ ഓറ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിർത്തിയിൽ നമ്മളെ സൈനികർ എങ്ങനെ നമ്മളെ നാട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അതുപോലെയാണ് ഓറ നമ്മളുടെ എല്ലാ എനർജീസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു എനർജിയിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൽ കുറച്ച് ഡിപ്പ് അല്ലെങ്കിൽ അതിൽ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ട്, ഇപ്പോൾ അവിടെ എല്ലാം തകർത്ത ഉള്ളിലേക്ക് വരാൻ എളുപ്പമാണല്ലോ. അതുപോലെ നമ്മൾ ഓറയൊക്കെ തകർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു അസുഖത്തിനും നമുക്ക് ഉള്ളോട്ട് വരാൻ സാധ്യമാണ്. ഏതൊരു എനർജിക്കും നെഗറ്റീവ് ആയിക്കോട്ടെ, അത് അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസ് ഒക്കെ നമ്മളുടെ ഉള്ളിലേക്ക് വന്നിട്ട് അത് നമ്മൾ ഡെസ്ട്രോയ് ചെയ്യും. അങ്ങനെ ഒരു സംഭവമാണ് പറയുന്നത് ഈ ക്യാൻസർ സെൽസിന് എന്താ പറയാ ആ ഒരു സെൽസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ആയിക്കൊണ്ട്, അതായത് നശിച്ചത് മൾട്ടിപ്ലൈ ആയി വരുന്നതും ഈ ഒരു എനർജി ഡിപ്പ് കൊണ്ടാണ്. അവർക്ക് ഇമ്മ്യൂണിറ്റി കുറയും. അപ്പൊ നമ്മൾ ഈ എനർജി ഇപ്പം മനസ്സിലായിട്ടുണ്ടാവല്ലോ, എല്ലാ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എനർജി ഫില്ല് ചെയ്തിട്ട് നമ്മളെ ഓറ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യും. അതിന്റെ കൂടെ ഈ എല്ലാ എനർജി ഫീൽഡ്സിനെയും നമ്മൾ അതിനനുസരിച്ചിട്ട് വേണ്ട എനർജി കൊടുക്കും. കൊടുക്കുമ്പോൾ അതിനറിയാലോ, ഇപ്പം നമ്മളെ ഫിസിക്കൽ എനർജി കൊടുക്കുമ്പം അവൾക്ക് ആ വേണ്ട സംഭവങ്ങൾ ആക്റ്റീവായി തുടങ്ങും. അതേമാതിരി എനർജി നെർവ്സിന് കൊടുക്കുമ്പം നെർവ്സിൻ്റെ ഫുൾ ബോഡിയിൽ അങ്ങനെ ഹീലാവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ റേക്കി ഒരു ഇൻ്റലിജൻ്റ് എനർജിയാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിന് കൊടുത്താൽ മതി. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് നമുക്ക് ജസ്റ്റ് ഒരു പറയാം, ഇതാണ് എൻ്റെ ആവശ്യം എന്ന് പറയാം. പക്ഷെ അതിനറിയാം എന്തു പോയി എവിടെ ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ഓറ പ്രൊട്ടക്ട് ചെയ്തു, എല്ലാ സെൽസിലേക്കും എനർജി കൊടുത്തു. നമ്മൾ 7 ചക്രാസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം 7 ചക്രാസിലേക്കും നമ്മൾ എനർജി ഫില്ല് ചെയ്ത് കൊടുത്തു. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു എനർജിയാണ് പോയിട്ട് എന്താണ് ഇഷ്യൂ അത് മാറ്റി കൊടുക്കും. അസുഖമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മാനസിക തലത്തിലുള്ള രീതിയാണെങ്കിൽ അങ്ങനെ. ഇത് ഒരു തലത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു നമ്മളൊരു സൈക്കിക് അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രശ്നങ്ങളും കൂടെ പരിഹരിക്കും അല്ലേ? ഡെഫിനറ്റ് ആയിട്ടും. അതും ഈ പറഞ്ഞ മാതിരി ഒരു ഇഷ്യൂ ആണല്ലോ. ഈ നെർവ് ഇമ്പൾസസ് ഒക്കെ ഞാൻ പറഞ്ഞ മാതിരി ഇലക്ട്രിക് ഇമ്പൾസസ് കൊണ്ട് വരുന്ന ഒരു എനർജി കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഈ സൈക്കാട്രിക് ഇഷ്യൂസ്. ഓവറായിട്ട്, അതായത് ഇതെല്ലാം ഓറ നമുക്ക് ഡാമേജ് ആവുന്നു. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ഇലക്ട്രിക് ഫീൽഡിലേക്കും ഈ ഒരു സംഭവം എഫക്റ്റ് ആയി തുടങ്ങുന്നു. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞ മാതിരി പെട്ടെന്ന് നമുക്ക് എന്ത് അറ്റാക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ആവുന്നു. ഓറ നമുക്ക് എത്രത്തോളം പവർഫുൾ ആണോ അത് നമുക്കൊന്നും വരില്ല അകത്തേക്ക്. പക്ഷെ മെയിനായിട്ട് അപ്പൊ ഓറേനെ നമ്മൾ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത്. സാധാരണ ഇപ്പം നമ്മളിപ്പം ഈ ക്യാൻസർ വരുന്നു എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോഴത്തെ ഭക്ഷണ രീതി, ആഹാര രീതി ഒക്കെ വെച്ചിട്ടാണ് ആളുകൾ, ഇപ്പം ഡോക്ടേഴ്സ് ആയിരുന്നാലും പറയും നിങ്ങൾ ഈ കരിച്ചതും ഒരുപാടൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കാർബൺ കൂടുതലകത്ത് പോകുമ്പോൾ വയറിനകത്ത് പല രീതിയിൽ അങ്ങനെ വരുന്നുണ്ട്, പിന്നെ മുഴകളായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളെ ഭക്ഷണ രീതിയിലും അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ശ്വസിക്കുന്നതുകൊണ്ടൊക്കെ വരാമല്ലോ, അങ്ങനെയും വരുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ ഇപ്പം ഈ ഓറയായിട്ട് ഇതിന് ബന്ധമുണ്ടോ? ഈ ഭക്ഷണ രീതിക്ക് അല്ലെങ്കിൽ ഇത്തരമുള്ള ഈ പ്രകൃതിയുമായിട്ടുള്ള ആ ലിങ്കിന് ഓറ അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ഓറയായിട്ട് ഡെഫിനറ്റ് ആയിട്ടും ബന്ധമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു കഴിക്കുന്ന ഒരു ഫുഡ് എന്തായാലും, അതിപ്പം വിഷം എന്നൊക്കെ പറയുന്ന എന്ത് കഴിക്കുന്ന ആയാലും നമ്മളുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ചെറുത്ത് നിൽക്കും അല്ലെ. ഇപ്പം നമുക്കിപ്പോ എന്ത് വന്നാൽ നമുക്കൊരു കവച കുണ്ടലം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും നമുക്കത് തടുത്ത് നിർത്താൻ പറ്റും. ആ ഇമ്മ്യൂണിറ്റി എവിടെയാണോ നമുക്ക് പോകുന്നത് ആ ഒരു സംഭവം ആ ഒരു സമയത്താണ് ഈ വേണ്ടാത്ത ഈ പറഞ്ഞ മാതിരി എല്ലാ എനർജീസ്, ഇപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലം മാത്രമല്ല, ഈ പറഞ്ഞ ക്യാൻസറും ഹാർട്ട് അറ്റാക്ക് എല്ലാം വരുന്നത് ആക്ച്വലി നമ്മൾ എന്താ പറയുക നമ്മളെ ഒരു ബാലൻസ്ഡ് ആയുള്ള അവസ്ഥയിൽ നിർത്താത്തത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഓക്കെ, മെഡിക്കൽ ഫീൽഡിൽ പറയുന്നത് ഹെൽത്ത് ഇഷ്യൂ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണ് ക്യാൻസർ വരുന്നത്. പക്ഷെ ക്യാൻസറിന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നമ്മൾ തങ്ങി വെച്ചിരിക്കുന്ന ദേഷ്യം, അമർഷം, ഇത് എന്താ പറയുക ഒരു പരിധി വരെ നല്ല റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അല്ല, ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇടയ്ക്ക് എൻ്റെ മുടി ഇങ്ങനെ കുഴിയുമെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പോകും. അപ്പോൾ പണ്ട് നമ്മൾ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ അരച്ച് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അത് കിളിച്ച് വരും. ആ ഭാഗം റൗണ്ട് ചെയ്ത് പോകുന്നൊരു അപ്പോൾ പറഞ്ഞാൽ അതൊരു ഫംഗസിൻ്റെ എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഫംഗസ് വരാനുള്ള സാധ്യത എന്താണ്? നമ്മൾ കൃത്യമായിട്ട് കുളിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ടെൻഷൻ ഉണ്ടെങ്കിൽ മുടി ഇങ്ങനെ കുഴിയും. അത് ഞാൻ ചോദിച്ചു ഇങ്ങനെ എത്ര വട്ടത്തിന് കുഴിയുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ തമാശയായിട്ട് ചോദിച്ചത്, നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചാൽ മുടി കുഴിയുമോ? അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ടെൻഷൻസ് കാര്യങ്ങളുണ്ടെങ്കിലും ഇത്തരം അസുഖങ്ങളും വരാം, അല്ലെങ്കിൽ ഈ ഓറ ക്ലീൻ ആവാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങൾ കയറാനും സാധ്യത ഉണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ പൊല്യൂഷൻ കാരണം നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഓറേനെ ഡാമേജ് ആക്കുന്നു. ഉള്ളിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന സ്ട്രെസ്, ഇപ്പോൾ ഒരാളോട് നോ അത് പറയണം,
പക്ഷെ നോ പറയണമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. പക്ഷെ ഞാൻ ഒരിക്കലും നോ പറയുന്നില്ല. ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് അതെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ പറ്റാത്തൊരു ഭാരമാണ് നമ്മൾ വലിച്ചഴിക്കുന്നത്. അതിന് ശരിക്കും ഒരു നോ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർക്കും നമുക്കും പ്രശ്നമുണ്ടാവില്ല. പക്ഷെ ഇതുകൊണ്ട് എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വലിച്ചഴിക്കുന്ന ആ ഒരു ഭാരമുണ്ടല്ലോ, അത് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കംപ്ലീറ്റ് ആലോചിച്ചാൽ മനസ്സിലാവും, നമുക്കൊരു ഉറക്കം വരില്ല, നമുക്ക് അതിൻ്റെ കൂടെ സ്ട്രെസ്സ്, എന്തൊക്കെ ചെയ്യണം, ഇത് നമ്മൾ ഇഷ്ടപ്പെട്ടല്ല ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ടല്ല എസ് പറഞ്ഞത്. ആ ഒരു ഇഷ്ടപ്പെട്ടല്ല എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കല്ല ഈ പ്രശ്നം മുഴുവൻ നമ്മളാണ് ഏറ്റെടുക്കുന്നത്. ഈ എസ് പറഞ്ഞ വ്യക്തിയാണ് ഇതൊരു വലിയ ചുമട് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു ഇത് നമ്മളുടെ ഫുൾ ശരീരത്തിനും ബാധിക്കും. നിങ്ങളെ തോട്ട് പ്രോസസ്സ് ഒരുപാട് കൂടുതലായതുകൊണ്ടാണ് അത് ആ പാട്ടിൽ, ആ ചക്രയുടെ പാട്ട് തേർഡ് ഐ എന്ന് പറഞ്ഞ തോട്ട് പ്രോസസ്സാണ്. ആ തേർഡ് ഐയുടെ ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ആണ് വരിക, അതിനെ ബാധിച്ചിരിക്കുന്നത്. ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ കാമല്ല. ഒരു സിറ്റുവേഷൻ്റെ അടുത്ത് നമ്മൾ ഭയങ്കര പാനിക്കായി എന്ത് ചെയ്യണമെന്നേ നമുക്ക് അറിയാത്തൊരവസ്ഥയിലാണ്. നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ മെന്റൽ പ്രോബ്ലം മാത്രമാണ്. അല്ല, ഇത് ഫിസിക്കൽ പ്രോബ്ലമാണ്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ജോയിന്റ് മുഴുവൻ പെയിൻ വരുന്നുണ്ട്. പക്ഷെ ഇത് ആർക്കും അറിയില്ല, ജോയിന്റ് പെയിൻ വരുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ്. അല്ലെങ്കിൽ എന്തായാലും ഇതെനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. ഇല്ല, ജോയിന്റ് പെയിൻസ് വരുന്ന സകലമാന ആൾക്കാരുടെ ആ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയാൻ വന്ന 85% റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്. എങ്കിൽ പോലും അത് കൂടുതലായിട്ട് ഇങ്ങനെ വലിച്ചഴിച്ച് പോയിട്ട് അത് ടാക്കിൾ ചെയ്ത് പുറത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട്. ഇല്ല, അതിൽ തന്നെ ഈ യെസ് നോ പറഞ്ഞ പോലെ തന്നെയാ, പറ്റില്ല, പക്ഷെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഞാൻ ഇതിൽ നിൽക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രെസ് നമ്മൾ എടുക്കുന്നില്ലേ, ഓരോ ദിവസം രാവിലെ തൊട്ട് രാത്രി നമ്മൾ ഉറങ്ങുന്നത് വരെ ഈ സ്ട്രെസ്സാണ് നമ്മളെ ചുറ്റി വരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്ട്രെസ് ശരിക്കും ബോഡിയിലെ ഹെൽത്ത് കണ്ടീഷനിലേക്ക് എടുക്കും. എൻ്റെ അടുത്ത് വരുന്ന പല ക്ലയൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് തലവേദനയാണ്, അല്ലെങ്കിൽ അങ്ങനെ പെയിനാണ്, ഇങ്ങനെ പെയിനാണ്. പക്ഷെ മെഡിക്കൽ റിപ്പോർട്ടിൽ ഒന്നും ഉണ്ടാവില്ല. ഇത് ഫുൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രെസ്സാ. പിന്നെ ഇങ്ങനെ മെഡിക്കൽ റിപ്പോർട്ടിൽ ഉണ്ടാവുക. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞായിരിക്കും തൊണ്ടവേദന എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് തൈറോയിഡ് ഉണ്ടാവില്ല, ആ ഇന്റേണൽ ഓർഗൻസിനും ഒരു പ്രശ്നമില്ല ചെക്കപ്പിൽ. പക്ഷെ എൻ്റെ തൊണ്ടയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്നില്ല, ഭക്ഷണം ഇറങ്ങുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും നിങ്ങൾ പിടിച്ചു വെക്കുന്നുണ്ടോ? അതായത് പറയണം, പക്ഷെ എനിക്കത് പറയാൻ വോയിസ് ഇല്ല. അങ്ങനെയായിരുന്നു. ആൾ കുറച്ചൊരു ഡോമിനേറ്റ് ചെയ്തിട്ട് നിർത്തിയിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനോട് പറയണമുണ്ടായിട്ട് പറയാൻ പറ്റാതെ അമർത്തി വെച്ചിട്ട് ഇതാൾക്കൊരു തൊണ്ടവേദനയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ ദേഷ്യപ്പെട്ട് നിങ്ങളത് പറയണം എന്നില്ല, പക്ഷെ ഈ ഒരു മനസ്സിൽ അത് ഞാൻ ചോദിച്ചു എത്ര കാലമായി എന്ന്. കല്യാണം കഴിച്ച് വന്ന ആ സമയം മുതൽ ആളുടെ ഒരു ശീലം ഇഷ്ടമല്ല, പക്ഷെ അത് പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, അത് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആളുടെ ഉള്ളിൽ ട്രിഗറാ വരുന്നത്. പക്ഷെ അത് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ട് ഇതിൽ തന്നെ നമ്മൾ രണ്ടാവുക. അതായത് പറയാന്ന് ഒരാൾ പറയും, പറയണ്ടെന്ന് വേറെ ഒരാൾ പറയും. ആ ഒരു സ്ട്രെസ്സിൻ്റെ അകത്ത് എടുക്കുന്നത് ആരാ? നമ്മളെ മൈൻഡും നമ്മളെ ബോഡിയും ആണ്. അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുക, തീയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അതെ, നിസ്സാരമായി നോ. അതെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് ഈ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം. ഇപ്പം ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെ ആയിരുന്നു പ്രതീക്ഷ, നമുക്ക് നല്ല രീതിയിൽ പറയാലോ. നമുക്ക് നല്ല രീതിയിൽ ഇത് എനിക്ക് പറ്റൂല, അല്ലെങ്കിൽ എനിക്കിത് പറ്റൂല എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ചില തുറന്നു പറച്ചിലുകൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നന്നായിട്ട് നയിക്കുമല്ലേ? ഡെഫിനറ്റ് ആയിട്ടും തുറന്നു പറച്ചിലാണ് ആവശ്യം.